I wish all my dear students a wonderful day. Today, we are going to discuss the poem All Folks Laugh, written by Maya Angelou. Maya Angelou was born on April 4, 1928 and died in 28 May 2014. Her real name is Margaret Ann Johnson. She was born in St. Louis, Missouri, America. She has a career that spans a wide range of professions as an author, poet, historian, civil rights activist, producer, director, singer, and dancer. മായ ആഞ്ചലോ ജനിച്ചത് അമേരിക്കയിലെ മിസൗറിയിലെ സെയിൻറ്റ് ലൂയിസ് എന്ന പ്രദേശത്താണ്. അവരവരുടെ ജീവിതത്തിൽ ധാരാളമായി പല പ്രൊഫഷനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊരു എഴുത്തുകാരിയാണ്, കവയത്രിയാണ്, ചരിത്രകാരിയാണ്, സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ഗായികയാണ്, നർത്തകിയാണ്. She has written 7 autobiographies and several volumes of poetry. She was a spokesperson of black and women. മായ ആഞ്ചലോ അവരുടെ ജീവിതകഥയിൽ ധാരാളമായി സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കറുത്ത വർഗ്ഗക്കാരികളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും സംസാരിച്ചിട്ടുള്ളത്. അവർ 7ഓളം ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. 2 of her most famous poems are Phenomenal Women and Still I Rise. These poems depict an image of a universal woman who is a paragon of strength and pride. മായ ആഞ്ചലോ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചു വരുന്ന 2 കവിതകളാണ് ദ ഫിനോമിനൽ വിമനും സ്റ്റിൽ ഐ റൈസും. അതിലൂടെ അവർ ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു സ്ത്രീയെ അവതരിപ്പിക്കുകയാണ്. ശക്തിയുടെയും അഭിമാനത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായാണ് അവർ സ്ത്രീയെ അതിൽ വരച്ചു കാട്ടുന്നത്. Angelou was strongly attached to the notion of rising, and hence the word rise is repeated 10 times in the later poems. സ്ത്രീകൾ ഉയർന്നു വരണം, അല്ലെങ്കിൽ ഉയർന്നു വരുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉയർച്ചയെക്കുറിച്ച്, വീണ് കിടക്കുന്ന അവസ്ഥയിലും അതിൽ നിന്നും ഉയർന്നു വരുന്ന മനുഷ്യൻ്റെ ആ ഒരു ഇൻസ്പിറേഷനെ കുറിച്ചാണ് അവരെപ്പോഴും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസ് എന്ന ആ ഒരു വാക്ക് അവരുടെ കവിതകളിൽ നിരന്തരമായി വന്നുകൊണ്ടേയിരുന്നു. She was the first black woman poet to read her poem on the pulse of morning at the inauguration of President Bill Clinton in 1993. 1993 ബിൽ ക്ലിൻ്റൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, അമേരിക്കൻ പ്രസിഡൻ്റായി ബിൽ ക്ലിൻ്റൺ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ മായ ആഞ്ചലോ അവരുടെ കവിതയായ ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ് അവതരിപ്പിക്കുകയുണ്ടായി. It intensified her popularity. Before her, the only other American poet who could read an inauguration poem was Robert Frost at the swearing ceremony of John F. Kennedy. ഇതിനു മുന്നേ അത്തരത്തിൽ സത്യപ്രതിജ്ഞാ വേളയിൽ ഒരു കവിത അവതരിപ്പിക്കുവാൻ, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ഒരു കവിത അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചത് റോബർട്ട് ഫ്രോസ്റ്റിനായിരുന്നു. അത് ജോൺ എഫ് കെനഡിയുടെ അധികാരമേറ്റെടുത്തുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേളയിലായിരുന്നു. മായ ആഞ്ചലോസ് മോസ്റ്റ് ഫേമസ് ഓട്ടോബയോഗ്രഫി ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്സ്, published in the year 1969, describes a shattering moment in her life. When she was just 7 years old, she was raped by her mother's friend. Shocked to hear that the rapist was murdered, the young girl held herself responsible for the death. Feeling guilty, she refused to speak for 5 years. During this period of silence, she read all the classics of black writings available in the library. നേരത്തെ പറഞ്ഞിരുന്നു മായ ആഞ്ചലോ 7ഓളം ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് എന്ന്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ആത്മകഥ ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്സ് എന്നതായിരുന്നു. അത് പബ്ലിഷ് ചെയ്തത് 1969-ലാണ്.
മായ ആഞ്ചലോ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റിനെ കുറിച്ചാണ് ആ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത്. മായ ആഞ്ചലോവിന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവരുടെ മാതാവിൻ്റെ കൂട്ടുകാരനാൽ മാനഭംഗത്തിന് ഇരയായപ്പെട്ട ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ആ ആത്മകഥയിൽ അവർ വിവരിക്കുന്നു. അതിനുശേഷം തന്നെ റേപ്പ് ചെയ്ത വ്യക്തി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയും മായ ആഞ്ചലോ കേൾക്കുകയുണ്ടായി. ആ ഒരു ഷോക്കിൽ 5 വർഷത്തോളം മായ ആഞ്ചലോ ആരോടും തന്നെ സംസാരിച്ചിരുന്നില്ല. താൻ എന്തോ തെറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ തെറ്റിന് കാരണമാണ് അയാൾ മരണപ്പെട്ടത് എന്നെല്ലാം അവൾ ചിന്തിച്ചു. ആ വിഷമിച്ചിരിക്കുന്ന ആ 5 വർഷക്കാലം മായ ആഞ്ചലോ ലൈബ്രറിയിൽ നിന്നും ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ലോക ക്ലാസിക്കുകൾ ആ ഒരു വേളയിൽ അവർ വായിച്ചു. കറുത്ത വർഗ്ഗക്കാരെക്കുറിച്ച് എഴുതപ്പെട്ടതും കറുത്ത വർഗ്ഗക്കാർ എഴുതിയതുമായിട്ടുള്ള ധാരാളം കൃതികൾ ആ സമയത്ത് അവർ വായിച്ചു തീർത്തു. As a civil rights activist, Angelou worked with Martin Luther King and Malcolm X, who inspired her greatly. On the Pulse of the Morning is a poem that echoes Martin Luther King Jr.'s famous speech, I have a dream. ഒരു സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് ആക്ടിവിസ്റ്റായിട്ടുള്ള മായ ആഞ്ചലോവിന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനോടൊപ്പവും മാൽക്കം എക്സിനോടൊപ്പവും തോളോട് തോൾ ചേർന്ന് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓൺ ദ പൾസ് ഓഫ് ദ മോർണിംഗ് എന്ന മായ ആഞ്ചലോവിൻ്റെ കവിതയ്ക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രഭാഷണവുമായി വളരെയേറെ സാദൃശ്യമുണ്ടായിരുന്നു. Most of Angelou's works discuss themes such as identity, family, racism, and gender, and many of these works have been prescribed in schools and universities internationally. മായ ആഞ്ചലോ അവരുടെ കവിതകളിലാകട്ടെ, കഥകളിലാകട്ടെ, ആത്മകഥയിലാകട്ടെ എപ്പോഴും സ്വത്വത്തെക്കുറിച്ച്, ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, റേസിസത്തെക്കുറിച്ച്, ജെൻഡറിനെക്കുറിച്ച് ഒക്കെ തുറന്നെഴുതിയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലോകമാകമാനമുള്ള യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അവരുടെ എഴുത്ത് പഠന വിഷയമായി മാറി. റിവ്യൂവർ LCB Washington has called her the Black Women's Poet Laureate and Angelou's poetry as the anthem of African Americans. നിരൂപകരായിട്ടുള്ള LCB വാഷിങ്ടൺ മായ ആഞ്ചലോവിനെ വിളിച്ചത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ആസ്ഥാന കവി എന്നാണ്. ബ്ലാക്ക് വിമൻസ് പോയറ്റ് ലോററ്റ്. സ്പീച്ച്, റൈറ്റിംഗ്, സോങ്സ് were interwoven disciplines for her. She could hold an audience spellbound with her sharp wit and humor and vibrant poetry. Many of her statements have become quotable quotes. അവരുടെ എഴുത്തിൻ്റെ ശൈലി വായനക്കാരെ പിടിച്ചിരുത്തുന്ന ശക്തിയുള്ളവയായിരുന്നു. അവരുപയോഗിച്ചിരിക്കുന്ന തമാശകളാകട്ടെ, മൂർച്ചയേറിയ വാക്കുകളാകട്ടെ, അത് കൃത്യമായി കൊള്ളേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി കൊള്ളുന്നവയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട, ഏറ്റവും ആഘോഷിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് വാചകങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. These are some of her quotable quotes. Try to be a rainbow in someone's cloud. മറ്റൊരാളുടെ ജീവിതത്തിലെ മേഘത്തിൽ ഒരു മഴവില്ലായി നിങ്ങൾക്ക് മാറാൻ കഴിവുണ്ടാവണം. What a beautiful thought, right? If you don't like something, change it. If you can't change it, change your attitude. നിങ്ങൾക്കൊരു കാര്യം മാറ്റണമെന്ന് തോന്നുകയാണ്, അതിൽ മാറ്റം വരുത്തണം എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങളത് മാറ്റുക. അത് മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. The truth is none of us can be free until everybody is free. സ്വാതന്ത്ര്യം എന്നത് ഒരു സത്യമാണ്. അത് സത്യമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാവണം. What a beautiful quotes, right?
These are the famous quotes of Maya Angelou. Maya Angelou was nominated for the National Book Award in 1970 and for Pulitzer Prize in 1971. She also received innumerable awards and honors and over 30 honorary degrees. She firmly believed that the honorary duty of the human being is to love. The literary voice recovered globally for her poetic command, and her commitment to civil rights fell silent on 9 June 2014. ധാരാളം അവാർഡുകൾക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് മായ ആഞ്ചലോ. 1970 നാഷണൽ ബുക്കർ പ്രൈസ് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1971 പുലിറ്റ്സർ പ്രൈസിനും നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് മായ ആഞ്ചലോ. ധാരാളം ഓണററി അവാർഡുകൾ അവരുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. 30ഓളം ഓണററി ഡിഗ്രീസും അവർക്ക് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മായ ആഞ്ചലോ പറയുമായിരുന്നു, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള മനസ്സാണ് എന്ന്. ധാരാളം സിവിൽ റൈറ്റ് മൂവ്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത മായ ആഞ്ചലോ 9 ജൂൺ 2014 മരണപ്പെട്ടു. This is a small introduction to Maya Angelou based on the poem The Old Folks' Love.